Okay, good afternoon. എല്ലാവരും ജോയിൻ ചെയ്തോ? ഇല്ലല്ലോ, 42, 43 ആയിട്ടുള്ളൂ. ഓക്കെ, ക്ലാസ്സസ് ഒക്കെ നന്നായി പോകുന്നുണ്ടല്ലോ അല്ലേ? സുഖമല്ലോ എല്ലാവർക്കും? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നമ്മള് ക്ലാസ്സിലേക്ക് ഇറക്കാണ്. വരുന്നവരൊക്കെ വഴിയെ കയറട്ടെ. ഒത്തിരി പ്രാവശ്യമൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. വേറെ സുഖം തന്നെയാണ്. വെരി താങ്ക് യു അന്വേഷിച്ചതിന്. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇത്ര നേരം ഭയങ്കര കാറ്റുമഴയൊക്കെ ഉണ്ട് പുറത്ത്. കുറച്ച് ദിവസമൊക്കെ വെയിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും ഇന്ന് മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, വരുന്നവരൊക്കെ വരട്ടെ. ഇടയ്ക്ക് കയറിക്കണ്ട. എത്ര പ്രാവശ്യം പറഞ്ഞാലും അങ്ങനെ തന്നെ. അവിടെ മഴയുണ്ടല്ലേ? ഓക്കെ, ഇവിടെയും ഉണ്ട്. കാറ്റും ഉണ്ട്. കാറ്റും മഴയുണ്ട്. അതാണ് പ്രശ്നം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തെന്ന് പറഞ്ഞേ? ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എവിടെ? ഷയന, ഒന്ന് പറയാമോ? ഷയന, അങ്ങനെ ഒരാളുണ്ടോ? എവിടെ വരെ നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞ ദിവസം? ഷയന ഉണ്ടോ? ഇല്ല. നെറ്റ് ഇഷ്യൂസ് ആണോ? അറിയില്ല. എന്താ പറയാ, റിയാക്ട് ചെയ്യാത്തത് അതുകൊണ്ടായിരിക്കാം. മുബി അനു, അങ്ങനെ ഒരു പേരിൽ ആരെങ്കിലും ഉണ്ടോ അവിടെ? പ്രൊനൗൺസ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. ഷീജ, ആളെയൊന്നും കാണുന്നില്ല. ഷൈന ഇല്ല, മുബി ഇല്ല. ഷീജ ഉണ്ടോ? ഷീജ എന്തെങ്കിലും ഒന്ന് പറയേ. ആരെങ്കിലും ഷീജ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ എത്തുന്നില്ല. അപ്പൊ സൗണ്ടിന്റെ പ്രശ്നമാണെന്ന് നോക്കട്ടെ. ഓ, ഭയങ്കര ലോ ആണ്. നോക്കട്ടെ. ഒന്ന് പറഞ്ഞേ ഷീജ. ഇനി ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇവിടെ വരെ നമ്മൾ എടുത്തു. മിസ്സേ, ഞാൻ ഈ ക്ലാസ്സിലില്ലായിരുന്നു. ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ പോട്ടെ. മഷീദ എന്ന് പറയാമോ? എവിടെ വരെ നമ്മൾ എടുത്തേന്ന്? കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു? ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് വരെയാണ്. വെരി ഗുഡ്. അതിന്റെ നോട്ടൊന്നും നമുക്ക് ഇല്ലല്ലോ, എഴുതാനായിട്ടില്ല. അപ്പോ എന്താ പറയാ, ഓർത്തോപെഡിക്സ് വരെയാണ് നമ്മൾ എടുത്തത്. കറക്റ്റ് ആണ്. അതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഞാനിപ്പോ ഒരു സ്ഥലത്താണോ അറിയാൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? എന്തായിരുന്നു, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെന്റ്? നിമി, can you say? The department is meant for dash. Orthopedics department is meant for binocular vision. നോട്ടൊന്നുമില്ലേ? അത് തരാം. ഓർത്തോപെഡിക്സ് എടുത്തോ? ഞാൻ ഇവിടെ ക്ലാസ്സില് ഓർത്തോപെഡിക്സ് എടുത്തില്ലേ? എടുത്തു. ഓക്കെ, അപ്പൊ എന്റെ മുകളിലുള്ള ഒഫ്താൽമോളജിനകത്ത് എന്താണ് നമ്മളുടെ ബൈനോക്കുലർ വിഷൻ എന്താണെന്നൊന്നും എഴുതിയില്ല എന്നാണ് പറയുന്നത്. അത് നമുക്ക് എഴുതാം. ഓക്കെ, സ്കെലിട്ടനെ സംബന്ധിച്ച് മസ്കുലോ സ്കെലിട്ടൽ സിസ്റ്റത്തെ സംബന്ധിക്കുന്ന ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മുടെ മസിൽസ്, ജോയിന്റുകള്, അതുപോലെ തന്നെ എന്താ പറയാ, നമ്മുടെ ബോൺസ്, ഇതൊക്കെ റിലേറ്റ് ചെയ്യുന്ന ഒത്തിരി ഡിസീസസ് ഇന്ന് ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തോപെഡിക്സ്. അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകൾ ഏതൊക്കെ അവയവങ്ങളിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ഓർഗൻസിലാണെന്ന്. ബോൺസ് അല്ല, ബോൺസ്, മസിൽസ്, ടെൻഡൻസ്, ചലന ഞരമ്പൊക്കെ ഉണ്ട്, ലിഗ്മെന്റ്, പിന്നെ റീപ്ലേസിംഗ് ഓഫ് ബോൺസ്, അതായത് നമ്മളുടെ അസ്ഥികൾക്ക് മാറ്റി വെക്കലൊക്കെ ഒക്കെ ഉണ്ടല്ലോ. ഹിപ്പ് റീപ്ലേസ്മെന്റ് ഒക്കെയാണ് അതിന് ഉദാഹരണം. അതുപോലെ തന്നെ നമ്മളുടെ നീ ക്യാപ്പ്, മുട്ടിന്റെ ചിരട്ടയിൽ ഒക്കെ കംപ്ലൈന്റ് വന്നിട്ട് അത് മാറ്റി വെക്കല്, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ആക്സിഡന്റ്സ് മൂലം ഒക്കെ ഉണ്ടാകുന്ന ഫ്രാക്ചേഴ്സ്, കയ്യോ കാലൊക്കെ ഒടിയോ ഒക്കെ ഉണ്ടാകുന്ന എല്ലിനൊക്കെ പൊട്ടലുകളൊക്കെ വരുമ്പോൾ ഇതും, അതുപോലെ തന്നെ ഡിസ്ലൊക്കേഷൻസ് ഓഫ് ജോയിന്റ്സ് ഓൾസോ, നമ്മുടെ എന്താ പറയാ, ഈ ജോയിന്റുകളൊക്കെ ഡിസ്ലൊക്കേറ്റ് ചെയ്യാം. നമ്മുടെ എന്താ പറയാ, ഈ കുഴയുള്ള ഭാഗത്തൊക്കെ ജോയിന്റുകളാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുഴകൾ ചേർത്തിട്ടൊക്കെയാണല്ലോ ഉണ്ടാക്കിയിരിക്കണേ. മുട്ടിന്റെ അവിടെയുണ്ട്. അപ്പൊ അതിന്റെ കുഴകൾ തെറ്റാറുണ്ട്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിസ്ലൊക്കേഷൻ ഓഫ് ജോയിന്റ്സ് എന്ന് വിളിക്കുക. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓർത്തോപെഡിക്സിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ബിഫോർ മൂവിങ് ടു ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമ്മൾ പോണേ. ഓർത്തോപെഡിക്സിൽ ഒന്നും നമുക്ക് എഴുതാനില്ല. അതിന്റെ തൊട്ട് മുന്നിലുള്ളതില് ബൈനോക്കുലർ വിഷൻ എന്താണെന്ന് എഴുതിയില്ല. ഐ തിങ്ക് അതൊന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് അടുത്തേക്ക് പോകാം കേട്ടോ. ഒന്ന് എഴുതിയത് ബൈനോക്കുലർ വിഷൻ.
ഓർ ഒഫ്താൽമോളജിയില് വേറെ എന്തെങ്കിലും എഴുതിയിരുന്നോ? ഒഫ്താൽമോളജിയില് ഏതെങ്കിലും നോട്ട് എഴുതിയോ? ഒഫ്താൽമോളജിയില് ഒന്ന് പറയാൻ. ന്യൂക്ലിയർ മെഡിസിൻ വരെയാണ് എഴുതിയത്. ന്യൂക്ലിയർ മെഡിസിൻ വരെ എഴുതിയിട്ടുള്ളൂ. അപ്പൊ ഒഫ്താൽമോളജി ഒന്നും എഴുതിയിട്ടില്ല എന്ന് ഐ തിങ്ക് സോ അല്ലെ? വേഗം എഴുതിക്കോ, പെട്ടെന്ന് എഴുതിക്കോ. ഒഫ്താൽമോളജി ഹെഡിങ് എഴുതിക്കോ. ഞാൻ ഇനി ഓർമ്മിട്ട് കൊടുക്കുകയാണേ. ഓക്കെ, ഒഫ്താൽമോളജിന്ന് എഴുതിയിട്ട് അതിനകത്ത് ഒപ്റ്റോമെട്രി ഉണ്ട്. ഒപ്റ്റോമെട്രി നമ്മൾ പറഞ്ഞല്ല, അതായത് നമ്മളുടെ കണ്ണിന്റെ സ്ട്രക്ചർ, ഡിഫക്റ്റുകള്, അബ്നോർമാലിറ്റീസ് എല്ലാം വിശദമായിട്ട് പരിശോധിച്ച് അതിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വിഭാഗം പ്രൊഫഷണൽസ് ആണ്. അതിനെ കൈകാര്യം ചെയ്യുന്ന എന്താ പറയാ വിദഗ്ധരായിട്ടുള്ള ആളുകള്, അവർ എക്സ്പേർട്ടുകള്, അതിനെയാണ് നമ്മൾ ഒപ്റ്റോമെട്രി എന്ന് വിളിക്കുക കേട്ടാ. ഒപ്റ്റോമെട്രി ഒന്ന് എഴുതി വെക്കാം, ഒരു ഹൈഫനേറ്റ് എഴുതാം. ഒഫ്താൽമോളജിയില് താഴെ ഒപ്റ്റോമെട്രി എന്ന് എഴുതാം, എന്നിട്ട് ഒരു ഹൈഫൻ ഇടാം. ഹെൽത്ത് കെയർ പ്രൊഫഷൻ അനോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. ഹെൽത്ത് കെയർ പ്രൊഫഷൻ ദാറ്റ് ഇൻവോൾവിന്റെ കൂടെ രസ് ചേർക്കാം. ഇൻവോൾവ്സ് examining examining the eyes, examining the eyes, കണ്ണിനെ പരിശോധിക്കുക. and the structures, the structure കൂടെ ഒരു എസ് ചേർക്കുക. structures, ഡിഫക്റ്റുകള്, abnormalities of eyes, കണ്ണിന്റെ ഘടന, അതിന്റെ പോരായ്മകള്, അപാകതകളൊക്കെ നോക്കുക, പരിശോധിക്കുക, കണ്ണിനെ പരിശോധിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെയാണ് നമ്മൾ ഒപ്റ്റോമെട്രി എന്ന് വിളിക്കുക. കിട്ടിയോ? എല്ലാവർക്കും നോട്ട് കിട്ടിയോ? എനി ഡൗട്ട്സ് റിഗാർഡിംഗ് യുവർ നോട്ട് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഒന്നുകൂടി പറയണം. ഹെൽത്ത് കെയർ പ്രൊഫഷൻ that involves examining the eyes and structure, defect, abnormalities of eyes. Structure, defects and abnormalities of eyes. അത്രേ ഉള്ളൂ. ഇനി കിട്ടിയില്ലെങ്കിൽ ഒന്ന് ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് വൺ എഴുതാം. ബൈനോക്കുലർ വിഷൻ. അതായത് നമ്മളുടെ നോട്ടത്തെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിനെയൊക്കെ വീക്ഷിക്കുമ്പോൾ നമ്മൾ വിഷ്വലായിട്ട് നമ്മളിങ്ങനെ കാണുമ്പോൾ അത് നമ്മളുടെ കണ്ണ് ഒരേ സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കുക. ഒരേ വസ്തുവിനെ ഒരേ രീതിയിൽ തന്നെ, ആ വസ്തു ഒറ്റയായിട്ട് തന്നെ തോന്നുക, വർക്ക് ചെയ്യണം. നമ്മുടെ കണ്ണ് ഒരേപോലെ വർക്ക് ചെയ്യുമ്പോഴാണ് രണ്ട് കണ്ണുകളിലൂടെയും ഒറ്റ വസ്തുവിനെ നമുക്ക് ഒരേ രീതിയിൽ വീക്ഷിക്കാൻ സാധിക്കുക. ചിലപ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ നോക്കുന്നത് ഒരു സ്ഥലത്താണെങ്കിലും പക്ഷെ നമ്മള് കണ്ണിന്റെ ഐബോൾസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എവിടേക്ക് വേറെ ഡിറക്ഷനിലേക്ക് നോക്കുന്നത് പോലെ തോന്നും, കോങ്കണ്ണൊക്കെ പോലത്തെ അല്ലെ. അപ്പൊ അതൊക്കെ മാറ്റി ബൈനോക്കുലർ വിഷൻ സാധ്യമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ബൈനോക്കുലർ വിഷന്റെ ആ ഒരു രീതി. അതായത് നമ്മുടെ വിഷൻ സ്ട്രെയിറ്റ് ആക്കി ഫിക്സ് ചെയ്യുക. To see the object, നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ ഒറ്റ വിഷ്വൽ ഇമേജ് ആക്കി കൊണ്ടുവരിക, അതാണ് ബൈനോക്കുലർ വിഷൻ കേട്ടോ. എടുക്കോ. ability to maintain visual focus ability to maintain visual focus on an object with both eyes, creating a single visual image. സിംഗിൾ വിഷ്വൽ ഇമേജ്. അതൊക്കെ ചിലപ്പോ ഈ കുഞ്ഞു വാവകളായിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്ന ഉദാഹരണം, നമ്മള് കുട്ടികളിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ അവരുടെ തൊട്ട് അടുത്തുകൊണ്ടോ ഇങ്ങനെ ഇത്രയും അടുത്തുകൊണ്ടോ വെക്കുമ്പോൾ നമ്മൾ നോക്കുന്ന
എന്റെ ഐബോൾ മാറിയേക്കുന്നത് കാണാം അല്ലെ. ഇങ്ങനെ ഇത്ര അടുത്തൊക്കെ കൊണ്ടുപോയി എന്താ പറയാ ചേച്ചിമാരും ചേട്ടന്മാരും ഇങ്ങനെ കൊണ്ടുപോയി കാണിക്കും. അപ്പൊ നമ്മളെ വീട്ടിലുള്ള ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. അത്ര അടുപ്പിച്ചു കൊണ്ടുപോയി കാണിക്കില്ലേ, കുറച്ച് അകത്തി വെച്ച് കാണിക്കാം. നമ്മളൊരു ഒബ്ജക്ട് എത്ര ഒരു ആംഗിളിലാണ് ഡിസ്റ്റൻസിലാണ് കാണിക്കേണ്ടതൊക്കെ, അതായത് അവരങ്ങനെ നോക്കി നോക്കി ചിലപ്പോ അവരുടെ കോൺസെൻട്രേഷൻ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അത്തരം കണ്ണിന്റെ അപാകതകളൊക്കെ മാറ്റിക്കൊടുത്ത് ഒരു വസ്തുവിനെ ഒറ്റ സിംഗിൾ വിഷൻ ആയിട്ട് നമുക്ക് ഒരു ഇമേജ് ആയിട്ട് പ്രതിഫലിപ്പിക്കാൻ വേണ്ട രീതിയിലാക്കുക. അതാണ് ബൈനോക്കുലർ വിഷൻ. ഓക്കെ, കിട്ടിയല്ലോ. അത് രണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് എഴുതാനായിട്ട് ഒഫ്താൽമോളജിയില്. ഓർത്തോപിക്സ് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ബൈനോക്കുലർ വിഷൻ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന പ്രൊഫഷണൽ. ഓക്കെ, ഈ ബൈനോക്കുലർ വിഷൻ പോലെയുള്ള അസുഖങ്ങള്, കണ്ണിന്റെ പ്രശ്നങ്ങൾ ബൈനോക്കുലർ വിഷൻ ആക്കി കൊടുക്കുന്ന പ്രൊഫഷണൽസിനെയാണ്, എക്സ്പേർട്സിനെയാണ് ഓർത്തോപിക്സ് എന്ന് വിളിക്കുക. അത് ചെയ്യുന്ന ആൾക്കാരെ. മറ്റേത് ബൈനോക്കുലർ വിഷൻ എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അവിടെ തന്നെയുണ്ട്. ഓർത്തോപിക്സ് ഇനി നമ്മൾ വേറെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. ഓർത്തോപിക്സ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഓർത്തോപീഡിക്സിനകത്ത് നമുക്ക് ഒന്നും നോട്ടില്ല എഴുതാനായിട്ട്. സോ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയാലോ? ഓക്കെ ആണോ? നോട്ട് അത്രേ ഉള്ളൂ. അത് രണ്ടും മാത്രം നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. എന്താണ് ഒപ്റ്റോമെട്രി എന്നും എന്താണ് ബൈനോക്കുലർ വിഷൻ എന്താണ്. ഓർത്തോപിസ്റ്റ് ഒക്കെ അവിടെ ഉണ്ട്. അതവിടെ തന്നിരിക്കുന്ന നോട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എക്സ്ട്രാ നമ്മൾ അങ്ങോട്ട് തരുന്നതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ വി ആർ ഗോയിങ് ടു മൂവ് ടു ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. പീഡിയാട്രിക്സ് ആണ് അടുത്തത്. പീഡിയാട്രിക്സ് ആൻഡ് നിയോനേറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. രണ്ടും കൂടി ഒരുമിച്ച് വന്നേക്കുന്നതിന് പ്രത്യേകതയുണ്ട്. ഈ പറയുന്ന പോലെ പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്താണ് നമുക്കറിയാലോ. ജനറലി ദ ട്രീറ്റ്മെന്റ് ഫോർ ഇൻഫന്റ്സ് ആൻഡ് ചിൽഡ്രൻ, അല്ലെ, ശിശുക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പീഡിയാട്രിക്സ് വിഭാഗം. ഈ പീഡിയാട്രിക്സിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ തന്നെ ഒരു സബ് എന്ന് പറഞ്ഞാൽ എന്താ, മറ്റേത് മെയിൻ ആയിട്ടുള്ളത് പീഡിയാട്രിക്സ് ആണ് മെയിൻ. അതിന്റെ തന്നെ കുറച്ചുകൂടിയും ചിലപ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള കെയർ കൊടുക്കണമെന്നുള്ള ഉദ്ദേശമില്ല. അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ പോലെ സബ് സ്പെഷ്യാലിറ്റി ആയിട്ട് കുറച്ചുകൂടി കൂടുതൽ കെയർ കൊടുക്കേണ്ട ഒരു വിഭാഗം കൂടിയുണ്ട് ഈ പറയുന്ന പീഡിയാട്രിക്സിൽ, വിച്ച് ഈസ് നോൺ ആസ് നിയോനറ്റോളജി എന്ന് പറയുന്നത്. നമ്മളുടെ ന്യൂ ബോൺ ആയിട്ടുള്ള പ്രിമിച്വർ ബേബീസ്, അല്ലെ, ന്യൂ ബോൺ മാത്രമല്ല, ന്യൂ ബോൺ ബേബീസിന് ഉണ്ടാകുന്ന ഡിസീസസ് കൂടാതെ പ്രിമിച്വർ ബേബീസ് ഉണ്ടല്ലോ. പ്രിമിച്വർ ബേബീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മളുടെ പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് ഉണ്ട്, അല്ലെ. അത് ഡെലിവർ ചെയ്ത് ചൈൽഡ് ബർത്ത് ആകേണ്ട ഒരു ഡ്യൂറേഷൻ ഉണ്ട്. 9 months എന്നാണ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ 9 days അങ്ങനെ പറയുമല്ലോ. കാരണന്മാരൊക്കെ പറയും 9 മാസം 9 ദിവസം 9 നാഴിക വിനാഴിക എന്നൊക്കെ പറയും. ഒക്കെ 9 വെച്ചിട്ടാ പറയാം. അപ്പൊ അതെ. അപ്പൊ ഈ പറയുന്ന കംപ്ലീറ്റ് ആ ഒരു എന്താ പറയാ ഡ്യൂറേഷൻ കംപ്ലീറ്റ് ചെയ്യാതെ ചില കുട്ടികളെ പ്രസവിപ്പിക്കേണ്ടി വരും, ഡെലിവർ ചെയ്തെടുക്കേണ്ടി വരും. മെനി റീസൺസ്. അതിന് ഒത്തിരി കാരണങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ അമ്മയുടെ സേഫ്റ്റിക്ക് വേണ്ടി, ലൈഫിന്റെ സേഫ് ചെയ്യാൻ വേണ്ടിയിട്ടാകാം, കുട്ടിയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആകാം. അപ്പൊ അങ്ങനെ എടുക്കേണ്ടി വരും. അപ്പൊ അതല്ലാതെ ചിലർക്ക് അങ്ങനെ ആയിപ്പോകും. അപ്പൊ അത്തരം ബേബീസിന് ഹാവ് ടു ബി ഗിവൺ സ്പെഷ്യൽ കെയർ, അല്ലെ. അവർക്ക് കുറച്ച് സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ പ്രീമച്യൂർഡ് ആയിട്ടുള്ള ബേബീസിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ് സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക്സിന്റെ സബ് സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനറ്റോളജി എന്ന് പറയുന്നത്. ഇതും ഹോസ്പിറ്റൽസിൽ തന്നെ ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് ഇനി ഇത്തരം ബേബീസിലെ ഈ വളർച്ചക്കുറവ്, അല്ലെങ്കിൽ എന്താ പറയാ ഈ വളർച്ചക്കുറവ് മാത്രമല്ലാതെ പ്രീമച്യൂർ ആയിട്ട് ജനിച്ചു എന്നുള്ളതല്ലാതെ ബർത്ത് കൊണ്ട് തന്നെ എന്താ പറയാ വെയിറ്റ് കുറവ്, ബൈ ബർത്ത് തന്നെ there may be some defect, എന്തെങ്കിലും തരത്തിലുള്ള ഡിസീസസ്, പ്രോബ്ലംസ് ആ കുട്ടിയുടെ ആരോഗ്യപരമായിട്ടുള്ള രീതിയിലുണ്ടെങ്കിൽ ഇൻ സച്ച് സിറ്റുവേഷൻസ് they must be given some special care so that അതിന് വേണ്ടിയിട്ടുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റുകളും ഇന്ന് നിയോനറ്റോളജിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, which is known as neonatal intensive care units. അതിന് വേണ്ടിയിട്ട് അപ്പൊ അത്തരം ട്രീറ്റ്മെന്റുകൾ സ്പെഷ്യലായിട്ട് ഇന്റൻസീവ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും അത്തരം ഡിഫക്റ്റുകളൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ICU വേറെ ഉണ്ടെന്ന്. അതായത് കുഞ്ഞു വാവുകൾക്ക്, ഈ പ്രീമച്യൂർ ആയിട്ടുള്ള ബേബീസ് ആണ് എസ്പെഷ്യലി അതിനാണ് കൂടുതൽ കെയർ കൊടുക്കേണ്ടത്. പക്ഷെ പ്രീമച്യൂർ ആയിട്ട് മാത്രമല്ല, ഈ ലോ വെയിറ്റ്, അതുപോലെ തന്നെ വളർച്ചക്കുറവ്, പിന്നെന്താണ് നമ്മളുടെ ബർത്ത് കൊണ്ടുണ്ടാകുന്ന ഒത്തിരി ഡിസീസസ്, ഇതൊക്കെ ഇങ്ങനെയുള്ള കൊച്ചുങ്ങളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷുഡ് ബി ഗിവൺ ഇന്റൻസീവ് കെയർ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്, വിച്ച് ഈസ് അതിന്റെ ഷോർട്ട് ഫോം നമുക്ക് പറയാം NICU.
സാധാരണ ICU അറിയാലോ, അതല്ല. ഇവിടെ കുഞ്ഞു പാവകളെ മാത്രം മാത്രമേ അവിടെ കിടത്തി ചികിത്സിക്കുള്ളൂ. സോ ദീസ് ചിൽഡ്രൻ, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ലോ ബർത്ത് വെയിറ്റ് വളരെ കുറവ്. പിന്നെന്താണ്, ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഉണ്ട്. ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ തന്നെ നമുക്കറിയാം ഓരോ കുട്ടികളും എന്താ പറയാ ഡെലിവറി വരുന്നത് വരെ ഓരോ സ്റ്റേജസ് ഓഫ് അവരുടെ വളർച്ചയുണ്ട് അല്ലെ. അവിടെ കിടന്നുകൊണ്ട് അകത്ത് കിടന്നുകൊണ്ട് ഒരു വളർച്ചയുണ്ട്. നമ്മുടെ അമ്മമാര് കഴിക്കുന്ന ഫുഡും അതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻസും വിറ്റമിൻസും ഒക്കെ ഉപയോഗിച്ച് ആ കുട്ടിക്ക് ഓരോ മാസം കഴിയുമ്പോൾ ഇത്ര വളർച്ചയുണ്ട്. നമ്മളെ ലൈഫ് സ്പാൻ അവർ കാണിച്ചു തരാറുണ്ട് നമുക്ക് അല്ലെ. അല്ലെങ്കിൽ ഇത്ര വളർച്ച വേണമെന്ന് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരാറുണ്ട്. ഈ പറയുന്ന ഡ്യൂലി ടൈമില്, പ്രഗ്നൻസി ടൈമില് നമുക്ക് ഡോക്ടേഴ്സ് ഒക്കെ അത് പറഞ്ഞു തരുന്നതാ. അപ്പൊ ചില കുട്ടികൾക്ക് പക്ഷെ അമ്മയുടെ കുഴപ്പം കൊണ്ട് മാത്രമല്ല, ദർ മേ ബി സം പ്രോബ്ലംസ് ഇൻ ദ കുട്ടികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഇത്തരം ഗ്രോത്ത് ഉണ്ടാകില്ല. ഇത്ര മാസങ്ങൾ കഴിഞ്ഞുവെങ്കിലും പക്ഷെ ആ മാസത്തിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഗ്രോത്ത് അത്തരം കുട്ടികൾക്ക് ഉണ്ടാകില്ല. അതിനെയാണ് നമ്മൾ ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് വിളിക്കുക. അതായത് വയറ്റിലായിരിക്കുന്ന കുട്ടികൾക്ക് ആവശ്യത്തിന് വളർച്ചയില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ. ഇറ്റ്സ് കോൾഡ് ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്നാണ് വിളിക്കാം. അതുപോലെ തന്നെ ബർത്ത് ഡിഫക്റ്റുകൾ, അത് ജനിക്കും തന്നെ എന്തെങ്കിലും ഡിഫക്റ്റുകളുമായിട്ട് ജനിക്കുന്ന കുട്ടികൾ. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ICU ആണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. And also pediatric surgeries are also performed in this department up to the age of 15 years. Okay. അപ്പൊ എന്താ ഗർഭസ്ഥ അതന്നെ. അപ്പൊ ഇത് ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് പരമാവധി ഓരോ മാസത്തിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വളരണമല്ലോ. ആ വളർച്ചക്കുറവ്, അതാണ് ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് വിളിക്കുക. ഇനി 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ചില സർജറീസും എന്താണ്, കുട്ടികളെ സംബന്ധിക്കുന്ന ചില രോഗങ്ങളുണ്ടല്ലോ, അതിന് വേണ്ട ചില സർജറീസും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റില്, പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റ് ജനറലി ഫോർ ഇൻഫന്റ്സ് ആൻഡ് ചിൽഡ്രൻ, അത് ആദ്യം ഓർത്തിരിക്കാം. ശിശുക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ശിശു കുട്ടി തമ്മിൽ വ്യത്യാസമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. 12 ഇയേഴ്സിന്റെ താഴെയുള്ളതൊക്കെ ഇൻഫന്റ്, ശിശുക്കൾ. അതിന് അബവ് ചിൽഡ്രനെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്. നിയോനേറ്റോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് ദ സബ് സ്പെഷ്യാലിറ്റി ഓഫ് പീഡിയാട്രിക്സ്. പീഡിയാട്രിക്സിന്റെ ഒരു സബ് സ്പെഷ്യാലിറ്റിയാണ് നിയോനേറ്റോളജി എന്ന് പറയുന്നത്. അതിനകത്ത് അത്തരം ഡിപ്പാർട്ട്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ പ്രീമച്യൂർ ആയിട്ടുള്ള ന്യൂ ബോൺ ബേബീസ്, ഇൻഫന്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേകിച്ചും. ആൻഡ് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റ് തന്നെയുണ്ട്, നിയോനേറ്റൽ intensive care unit, which is called NICU. And ഇത്തരം കുട്ടികൾക്ക് കൂടുതൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇന്റൻസീവ് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രീമച്യൂർ ബേബീസിന്, those who have എന്താ പറയാ ലോ ബർത്ത് വെയിറ്റ് കുറവുള്ള കുട്ടികൾ, അതുപോലെ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് വെയിറ്റ് വെക്കാത്ത, വളർച്ചയില്ലാത്ത, വെയിറ്റ് മാത്രമല്ല വളരെ വേണം, വെറുതെ വെയിറ്റ് വെച്ചിട്ട് കാര്യമില്ല. വെയിറ്റും വളർച്ചയും തമ്മിൽ വ്യത്യാസമുണ്ട്. വെയിറ്റും വളർച്ച എന്താ? വെയിറ്റ് എന്ന് പറയുന്നത് ഭാരം മാത്രമാണ്, ശരീരത്തിന്റെ ഭാരം മാത്രമാണ്. ഓക്കെ. അത് വളരുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ രീതിയിലും വളരണം. കുട്ടികളുടെ കയ്യ്, കാല്, അവയവങ്ങള്, അതുപോലെ ഒത്തിരി മാറ്റങ്ങൾ അവരുടെ ആ ശാരീരികമായ വളർച്ചയ്ക്കും ആനുപാതികമായിട്ട് നമ്മുടെ ഓരോ ഡേ ബൈ ഡേ ഓർ മന്ത് ബൈ മന്ത് വികസനം അല്ലെങ്കിൽ വളർച്ച ഉണ്ടാകും. സോ ദാറ്റ് അങ്ങനെ വരാതിരിക്കുക, ബർത്ത് ഡിഫക്റ്റുകൾ ഉണ്ടാകുക, ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ നിയോനേറ്റോളജി. അതിന് വേണ്ടിയിട്ടുള്ള ഇന്റൻസീവ് കെയർ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ്. ആൻഡ് സർജറീസ് എവിടെ വരെയാണ്? 15 വയസ്സ് വരെ സാധാരണ കുട്ടികളിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾക്കൊക്കെയുള്ള സർജറീസും ഈ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യും. ക്ലിയർ ആണോ? പീഡിയാട്രിക്സ് ആൻഡ് നിയോനേറ്റോളജി ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ പറയാം, അല്ലെങ്കിൽ എന്നിട്ട് വേണമെങ്കിൽ അടുത്തതിലേക്ക് പോകാൻ. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഓക്കെ. അപ്പൊ അടുത്തത് എന്താ? പോവുകയാണെ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക്. നെക്സ്റ്റ് വൺ അടുത്തത് എന്താണ്? നമ്മളുടെ സൈക്യാട്രി ആണ്. സൈക്യാട്രി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. എന്താണ് സൈക്യാട്രി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? സൈക്യാട്രി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ അറിയാമോ? കേട്ടിട്ടില്ല? Psychiatry, എന്താണ് psychiatry branch of medicine which deals with the diagnosis and treatment of our emotional, behavioral, cognitive disturbances.
അതെ, നമ്മൾ ഒറ്റ വാക്കിൽ നമ്മൾ അതിനെ പറയും മെന്റൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉള്ളവര് അല്ലെ. ഓക്കെ, മെന്റൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ഉള്ള ആളുകൾ, അത് നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ബിഹേവിയറൽ പാറ്റേണിൽ മാറ്റം ഉണ്ടാകുക, നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള എന്താ പറയാ, നമ്മൾ ചില പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി ചിന്തിച്ച് പ്രവർത്തിക്കുമല്ലോ, ആ ചിന്ത നഷ്ടപ്പെട്ടിട്ട് പ്രവർത്തിക്കുന്ന അവസ്ഥ, അതാണ് നമ്മുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷനെ ബാധിക്കുന്ന പല ഡിസ്റ്റർബൻസുകളുണ്ട്. വൈജ്ഞാനികപരമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ അല്ലെ, ബിഹേവ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരിക, ഇമോഷണൽ ആയിട്ടുള്ള ഫീലിങ്സിൽ ഉണ്ടാകുന്ന വ്യതിയാനം, എന്താ പറയാ, വ്യത്യാസം. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ ഒരു സാധാരണ ഒരു കാര്യം കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് ഇമോഷണലി എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും അല്ലെ. അതിനേക്കാളും ഉപരി അത് ഭയങ്കരമായിട്ട് ആ ഒരു ഇമോഷണൽ ഫീലിംഗ് കാണിക്കുക, എല്ലാത്തിനും ഒരു ആവറേജ് ലിമിറ്റ് ഉണ്ട്, അതിന് എബവ് കാണിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോ അതൊക്കെ ചില മെന്റൽ പ്രോബ്ലംസ് ആണ്. അപ്പൊ അതിന് അത്തരം ഡിസ്റ്റർബൻസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളുടെ ഏത് സൈക്യാട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഡിപ്പാർട്ട്മെന്റിൽ എന്താ ചെയ്യുന്നത്, ഇവിടെ പേഷ്യൻസിനെ കുറിച്ചിട്ട് കാര്യങ്ങൾ പഠിക്കേണ്ടി ഒരു നല്ല രീതിയിൽ പഠനം നടത്തണം. നമ്മളൊരു പനി അല്ലെങ്കിൽ ഒരു തലവേദനയായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് നമുക്ക് എങ്ങനെ പരിശോധിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് മരുന്നുകൾ കൊടുക്കാൻ പറ്റും. പക്ഷെ ഒരു മെന്റൽ ഡിസ്റ്റർബൻസുമായിട്ട് വരുന്ന ആളുകളുടെ ആ മെന്റൽ ഡിസ്റ്റർബൻസ് എന്തിന്റെ കാരണം കൊണ്ടാണ് എന്നൊക്കെ പഠിക്കാൻ ഇത്തിരി സമയം എടുക്കും. അത് എളുപ്പമൊന്നും നടക്കുന്ന കാര്യമല്ല അല്ലെ. പനിക്ക് മരുന്ന് കൊടുക്കാം, ചുമക്ക് മരുന്ന് കൊടുക്കാം, പലതിനും മരുന്ന് കൊടുക്കാം. പക്ഷെ ഈ സൈക്യാട്രിക് പ്രോബ്ലം എന്ന് പറയുന്നത് അത് എളുപ്പമൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എല്ലാവർക്കും ഒരേപോലെയും ആയിരിക്കില്ല. ആ മെന്റൽ ഡിസ്റ്റർബൻസ് വന്നതിന്റെ കോസസ് വേറെ വേറെ ആയിരിക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എന്താ പറയാ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ they should do some investigations regarding that patient. പേഷ്യന്റുമായി ബന്ധപ്പെട്ട ചില ഇൻവെസ്റ്റിഗേഷൻസ് നടത്തേണ്ടി വരും. അതോടൊപ്പം തന്നെ ഒത്തിരി വൈഡ് റേഞ്ച് ഓഫ് ഇൽനസ് ഡിസോർഡേഴ്സ് വിച്ച് ഈസ് റിലേറ്റഡ് ടു അവർ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, നമ്മുടെ വിജ്ഞാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഡിസോർഡറുകള്, മെന്റൽ ഇൽനെസ്സും ഒക്കെ ഇവിടെ സൈക്യാട്രിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കൂടാതെ തന്നെ മറ്റ് സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് സർവീസസ് ആണ് നമ്മളുടെ സൈക്യാട്രി പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കിയേ. എന്താ കൊടുത്തിരിക്കുന്നത്? പ്രൊവൈഡിങ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു കൗൺസിലിംഗ് വളരെ നല്ല രീതിയിൽ ആവശ്യമാണ് അല്ലെ. എന്താണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ? എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കൗൺസിലിംഗ് എന്ന് കേട്ടിട്ടില്ലേ? എന്താണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മള് ഒരു ആളിനെ കുറിച്ച് അവരുടെ അടുത്തിരുന്ന് അവരെ കുറിച്ച് കേൾക്കുക, അവര് പറയാനുള്ള കാര്യങ്ങൾ. ചിലപ്പോ മെന്റൽ ഡിസോർഡേഴ്സ് പല രീതിയിലും ഇന്നത്തെ കാലത്തൊക്കെ അതൊക്കെ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അല്ലെ. കാരണം എന്താ, നമ്മൾ ഇന്ന് ആയിരിക്കുന്ന നമ്മളുടെ ചുറ്റുപാട്, നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നവര്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവര് ഒത്തിരി അതന്നെ ഒത്തിരി പ്രശ്നങ്ങൾ നിറഞ്ഞൊരു സംഘർഷം നിറഞ്ഞൊരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒത്തിരി ടെൻഷൻസ് നമുക്ക് നമ്മുടേതായിട്ടൊക്കെ ഉണ്ട് പേഴ്സണലി നമ്മൾ നോക്കുമ്പോൾ. അപ്പൊ അത്തരം ആ ഒരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന നമ്മൾക്ക് പല രീതിയിലും ഭയങ്കരമായിട്ട് ഇതൊക്കെ ഏറ്റി തല പിടിച്ചു കഴിഞ്ഞാൽ അത് ടെൻഷനൊക്കെ മാറി പിന്നെ വേറെ സൈസായി പോകും, മെന്റലി ഡിസോർഡർ ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ എന്താണെന്ന് അവരുടെ ഉള്ളിൽ നിന്നുള്ളതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ വി ഹാവ് ടു ഗിവ് ദം സം അഡ്വൈസ്. ഇതോടൊപ്പം തന്നെ അതിന് മറികടക്കാൻ, അതിനെ അതിജീവിക്കാൻ, അത്തരം സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് അങ്ങോട്ടേക്കും ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ദാറ്റ്സ് കോൾഡ് കൗൺസിലിംഗ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത് പോലെ, അതായത് അവരെ തിരുത്താനും ചില നമുക്കുള്ള തെറ്റായ കാര്യങ്ങൾ, ചിന്തകൾ അതിനെ മാറ്റിയെടുക്കാനും അതുപോലെ അവരെ ഒരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരാനൊക്കെ കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ്, ഒരു സർവീസ് ആണ്. അവിടെ എന്താ കൊടുത്തതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം കൊടുത്തോന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കമ്മ്യൂണിക്കേഷൻ വേയിലൂടെ അവരുടെ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക ത്രൂ ആൻ അഡ്വൈസ് പോലെ തന്നെയൊക്കെ. ഓക്കെ, അതെ, ഇവിടെ മോന് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ, കുട്ടികളിലൊക്കെ ഇന്നിപ്പോ ആളുകൾ ഒരുപാട് പേര് കുട്ടികളെ അതിനു വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അല്ലെ. എന്തിന്? ഈ പറയുന്ന എന്താ പറയാ, കുട്ടികൾ സ്കൂളിൽ പോകാൻ മടിയുള്ളവര്, പഠിക്കാനുള്ള കോൺസെൻട്രേഷൻ കിട്ടാത്ത കുട്ടികള്. ഓക്കെ, അപ്പൊ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇവരെ മാറ്റിയെടുക്കണമെങ്കിൽ എന്താ പറയാ, കുറച്ച് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കും നമ്മള്. അതായത് കുട്ടികൾ കാണിക്കുന്ന പ്രശ്നങ്ങളൊക്കെ, ചില കാര്യങ്ങൾ ഇപ്പൊ കളിക്കുമ്പോൾ അവർ മൊബൈലിലൊക്കെ ഇരുന്ന് കളിക്കുന്നു, ഒത്തിരി നേരം കളിക്കുമ്പോൾ അവർക്ക് ദേ ഹാവ് നോ ഡിസ്റ്റർബൻസ്.
അവർക്ക് ഒരു പ്രശ്നവുമില്ല. അതേസമയം നമ്മൾ അത് അടച്ചു വെക്കുക, നിർത്ത്, പോയിട്ട് എന്താ പറയാ പഠിക്കുക, ആ പുസ്തകത്തിലേക്ക് അധികം നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ഇത് മൊബൈലൊക്കെ ആണെങ്കിൽ യൂസ് ഫോർ അവേഴ്സ്, മണിക്കൂറുകളോളം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരിയ്ക്കും. അവരതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താലും പിന്തിരിപ്പിക്കാൻ പറ്റില്ല, അവരവിടെ ഇരിക്കും. പക്ഷെ പഠനത്തിലാണെങ്കിലോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ ആർ ഡിസ്റ്റർബ്ഡ്, അവർ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആണ്. ഇതിനകത്തല്ല വായിക്കുന്നത്, അവിടെ ചുറ്റുമുള്ളവർ എന്ത് പറയുന്നു, എന്ത് കേൾക്കുന്നു, കാണുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മനുഷ്യന്മാരാണെങ്കിൽ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടായി ശ്രദ്ധ, അല്ലെങ്കിൽ ആരെങ്കിലും വേറെ ഇല്ലോടത്ത് ഇരുന്ന് സംസാരിക്കുന്നതിന് മറുപടി ഇവിടെ നിന്ന് അങ്ങോട്ട് പറയുക. കാരണം എന്താ, they cannot concentrate in their studies because they have used many of their time എന്തിനു വേണ്ടിയിട്ട്, ഇത്തരം വീഡിയോസ് കാണാൻ, ഇത്തരം കളികളിൽ ഏർപ്പെടാൻ. അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ ബ്രെയിനെ നന്നായി ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ കൗൺസിലിംഗ് കൊടുത്തൊക്കെ ഇന്ന് ഒരു പരിധി വരെ നിങ്ങളെ ആ മൊബൈൽ യൂസുകളിൽ നിന്നൊക്കെ പതുക്കെ കുറേശ്ശെ ആക്കി കൊണ്ടുവരാനൊക്കെ സാധിക്കും അല്ലെ. അതുകൂടാതെയും ഉണ്ട് മെന്റൽ ഡിസോർഡേഴ്സ്. അപ്പൊ അത് ഇന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിംഗ്, ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസ്. ഇത് മാനസികപരമായിട്ടുള്ള ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നു, അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, അതിന് ഇത്തരം ഇൽനെസ്സുകളൊക്കെ ഇല്ലാതാക്കുന്നു. ഓക്കെ, പിന്നെന്താ കൊടുക്കുന്നത്, കണ്ടക്ടിങ് IQ ടെസ്റ്റ് ആണ്. IQ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, IQ കോമൺ സെൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇവർക്ക് ഇങ്ങനെ മെന്റലി ഡിസ്റ്റർബ്ഡ് ആണെങ്കിലേ IQ ടെസ്റ്റ് ആണ്, ഇന്റലിജൻസ് ടെസ്റ്റ്. IQ മീൻസ് ഇന്റലിജൻസ് കോഷ്യന്റ് എന്നാണ് അതിന്റെ അർത്ഥം. ഇന്റലിജൻസ് കോഷ്യന്റ് അതാണ് അതിന്റെ ഫുൾ ഫോം. അതായത് നമ്മുടെ ബുദ്ധി പരീക്ഷിക്കുന്ന ചില ടെസ്റ്റുകൾ നടത്തും. അതായത് മരുന്നുകൾ കൊടുത്തു കഴിയുമ്പോൾ ഇത് മാറിയോ എന്ന് അറിയണ്ടേ, മരുന്ന് കൊടുത്തു കഴിയുമ്പോൾ മാറിയോ എന്നറിയാം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തും. അതിന്റെ ഒരു ഭാഗമാണ് IQ ടെസ്റ്റ്. അതായത് ഇന്റലിജൻസ് കോഷ്യന്റ് ടെസ്റ്റ് ആണ്, അത് നടത്തുന്നു. പിന്നെന്താ, ഡി അഡിക്ഷൻ സർവീസസും ഇന്ന് സൈക്യാട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡി അഡിക്ഷൻ സർവീസസ് എന്ന് പറഞ്ഞാൽ അതായത് ഇത്തരം ആളുകളിൽ പല അതായത് 90% ഓഫ് പേഷ്യൻസ് ഇങ്ങനെ വരാനുള്ള പ്രധാനപ്പെട്ട റീസൺ മേ ബി സം അഡിക്ഷൻ. എന്തെങ്കിലും സാധനങ്ങളിൽ അഡിക്റ്റ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നത്. ഒത്തിരി ഇത്തരം കൗൺസിലിംഗ്സ് അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സ് ആളുകൾ വരാനുള്ള സാധനം, ഏതെങ്കിലും സാധനം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതിൽ അഡിക്റ്റഡ് ആകാം. ചിലപ്പോ ഫോണാകാം, അല്ലെ ലിക്കേഴ്സ് ആകാം, അല്ലെ ലഹരി പദാർത്ഥങ്ങളാകാം. അങ്ങനെ ലഹരി പദാർത്ഥം എന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി വേറെ ഉണ്ട്. അപ്പൊ ഓക്കെ, അതിലൊക്കെ അഡിക്റ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളിലായിരിക്കാം. ഒത്തിരി മോശം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മളറിയില്ല എങ്കിലും നമുക്കറിയില്ല എങ്കിലും ഒരുപാട് അത്തരം മോശം ഹാബിറ്റുകൾ ആളുകൾ ശീലമാക്കുന്നുണ്ടെന്ന്. അപ്പൊ അതൊക്കെ ഒരുപാടായിരിക്കുമ്പോൾ അഡിക്റ്റ് ആയി പോകും അതിന്. അപ്പൊ ആ അഡിക്ഷൻസ് എന്താ പറയാ മാറ്റണമെങ്കിൽ അവരെ ഡി അഡിക്ഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. അത്തരം സെന്റേഴ്സിലേക്ക് മാറ്റി അവിടെ അവർക്ക് അത്തരം ആ ഒരു ചിന്തയിൽ നിന്നും പതുക്കെ മാറ്റാൻ വേണ്ടി. ഇപ്പൊ നമ്മളെ എപ്പോഴും നമുക്കൊരു കാര്യം നമുക്ക് ഹാബിച്വൽ ആക്കി മാറ്റാൻ സാധിക്കാം, നമ്മൾ ഡെയിലി ആ സാധനം ചെയ്യുമ്പോഴാണ് അല്ലെ. ഇപ്പൊ രാവിലെ തന്നെ അതന്നെ മെന്റൽ പ്രോബ്ലം തന്നെയാണ്. ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള മെന്റൽ പ്രോബ്ലം വരുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഇതുപോലെയുള്ള ചില അഡിക്ഷൻസ് ആണ്. ഈ അഡിക്റ്റഡ് ആവുന്നത് എങ്ങനെയാണ്, നമ്മൾ ഒരു കാര്യം ഒരു ദിവസം ഉപയോഗിക്കുന്നു, ദി സെയിം വിൽ ബി റിപ്പീറ്റഡ് നെക്സ്റ്റ് ഡേ. രണ്ടാം ദിവസം നമ്മൾ അതേ സമയത്ത് ആ ഒരു കാര്യം ചെയ്യുന്നു. മൂന്നാമത്തെ ദിവസം സോ ഇറ്റ് ബിക്കം എ ഹാബിറ്റ്. അതൊരു ഹാബിച്വൽ ആക്ഷൻ ആയിട്ട് മാറുന്നു. അതിനെ നമ്മൾ വിളിക്കും. ഇങ്ങനെ ഹാബിച്വൽ ആയിട്ടുള്ള ആക്ഷൻ വന്നു കഴിഞ്ഞാൽ അതെന്താകും, അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുത്ത് അത് വീണ്ടും ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ വരുമ്പോൾ ഇറ്റ് ബിക്കംസ് അഡിക്ഷൻ. പഠനത്തിനും അത് വരില്ല പിള്ളേർക്ക്. അത് അങ്ങനെ ചെയ്തോട്ടെ, അതിന് അഡിക്റ്റഡ് ആകുമോ? ചില കേസസ് ഒക്കെ ഉണ്ട് കേട്ടോ, റെയർ കേസസ് ഒക്കെ. ചിലർ ഇങ്ങനെ ഭയങ്കരമായിട്ട് പുസ്തകപ്പുഴു എന്നൊക്കെ പണ്ട് പറയും അല്ലെ, അങ്ങനല്ലേ പറയാ, പുസ്തകപ്പുഴു ആകുക എന്നൊക്കെ. വായിച്ച് ഇങ്ങനെയും ചിലർക്ക് അഡിക്റ്റഡ് ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയെങ്കിലും ആരെങ്കിലും ഒക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും പരിചയപ്പെടുന്നില്ല, കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ അങ്ങനെയുള്ള പഠിച്ച് അയാൾ അങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ ആരെ കുറിച്ചെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ട് ചില ആളുകൾ. ഓക്കെ, ബുക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ളവരും ഉണ്ട്. അപ്പൊ എന്ത് കാര്യമായാലും നമ്മൾ മോർ കോൺഷ്യസ് അതിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ, മോർ ആങ്ഷ്യസ് ആയിട്ട് ആ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് അഡിക്ഷൻ. സോ അത് ക്യൂർ ചെയ്യണമെങ്കിൽ ദേ ഹാവ് ടു ബി സെൻഡ് ടു ദി അഡിക്ഷൻ സെന്റേഴ്സ്. അപ്പൊ അതിൽ നിന്ന് മാറ്റാൻ, അതിനെ പതുക്കെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത്തരം സെന്റേഴ്സിൽ മറ്റേതെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് എൻഗേജ് ചെയ്യിപ്പിച്ച് അവിടെ നിർത്തുക. വെറുതെ കൊണ്ട് അവിടെ സ്ഥാപിച്ചിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു റൂമിൽ ഇട്ടിട്ട് ഡി അഡിക്ഷൻ സെന്റർ ആണ് ഇവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞൊരു മുറിയിലിട്ട് കൂട്ടിയാലോ, അല്ലെങ്കിൽ അങ്ങനെ അവരെ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കണം.
പതുക്കെ അതിൽ നിന്ന് മാറ്റാൻ, മറ്റേ പഴയ ഒരു രീതി മാറ്റാൻ. അപ്പൊ അത്തരം സേവനങ്ങളും സൈക്യാട്രി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ സൈക്യാട്രിയിലെ മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ് ഫങ്ഷൻസിലുള്ള തകരാറുകൾ ട്രീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ദേ പ്രൊവൈഡ് മെനി സർവീസസ്. അവർ ഒത്തിരി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സച്ച് ആസ് സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്, ഇൻവെസ്റ്റിഗേറ്റിംഗ്, ഡയഗ്നോസിംഗ് ആൻഡ് ട്രീറ്റിംഗ് സൈക്യാട്രിക് ഇൽനെസ്, അതായത് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങൾ ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. IQ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഡി അഡിക്ഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കിട്ടിയോ? മനസ്സിലായോ? ക്ലിയർ ആണോ? സൈക്യാട്രി ആൻഡ് നിയോനാറ്റോളജി, പീഡിയാട്രിക്സ് രണ്ടും ക്ലിയർ ആയോ? ഓക്കെ. ഇപ്പുറത്ത് കൈകാരണ പ്രശ്നമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ക്ലിയർ ആയെന്ന് അതാണ് കുറെ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇപ്പുറ ചില ആൾക്കാർ ടൈപ്പ് ചെയ്തിരുന്നുണ്ട്, ഹാൻഡ് കമ്പ് മുഴുവൻ അപ്പുറത്താ വരുന്നത്. അപ്പൊ അത് നമ്മൾക്ക് വിസിബിൾ അല്ല, ബിക്കോസ് അവിടെ പ്രസന്റ് ചെയ്തിരിക്കുകയാണല്ലോ നോട്ട്. അതുകൊണ്ട് ഇപ്പുറത്തെ ആരെങ്കിലും ഒരാൾ ആൻസർ പറഞ്ഞാൽ അത് നമുക്ക് ഓക്കെ. വെരി ഗുഡ്. അപ്പൊ ക്ലിയർ ആയി എന്നാണ്. സോ അപ്പൊ നമ്മൾ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകട്ടെ. ഉള്ള സമയം നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യണ്ടല്ലോ, അതാണ്. ഓക്കെ, തിങ്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്നാണ്. ഓക്കെ, സോ പൽമനോളജി ആണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, പൽമനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് അടുത്തത്. അപ്പൊ നമ്മളുടെ നേരത്തെ പറഞ്ഞതിലും അധികം ഒന്നും എഴുതാനൊന്നും ഇല്ല കേട്ടോ. ഈ IQന്റെ വേണമെങ്കിൽ ഒരു ഫുൾ ഫോം അത് അവിടെ തന്നെ നോട്ടിലോ എവിടെയെങ്കിലും എഴുതി വെച്ചോ, നോട്ടിന്റെ കൂടി എന്തെങ്കിലും എഴുതി വെച്ചാൽ മതി. IQ ഇന്റലിജൻസ് കോഷ്യന്റ് എന്നാണ് എന്റെ അർത്ഥം. സോറി, അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഇന്റലിജൻസ്, INTELLIGENCE, ഇന്റലിജൻസ് കോഷ്യന്റ്, QUOTIENT, കോഷ്യന്റ്. കോഷ്യന്റ് എന്ന് പറയില്ലേ, ഹരണഫലം എന്ന് പറയൂലേ നമ്മള്, അതന്നെ അതിന്റെ ഫലം, ഇന്റലിജൻസിന്റെ ഫലം. ഓക്കെ, ഇവിടെ അതല്ല, ഇവിടെ ഇന്റലിജൻസ് കോഷ്യന്റ് ആ ഒരു എക്സ്പാൻഡഡ് ഫോം ആക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതവിടെ എഴുതി വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. അത്ര വേറെ നോട്ടുകളും എക്സ്ട്രാ ഇല്ല. എന്താണ് പൽമനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹിയർ ദ ഡിസീസസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു അവർ ലങ്സ് ആൻഡ് റെസ്പിറേറ്ററി സിസ്റ്റം. നമ്മുടെ ശ്വാസോച്ഛ്വാസ സംബന്ധമായിട്ടുള്ളതും നമ്മളുടെ ലങ്സ്, അതെ ആയിട്ടുള്ളത്, ലങ്സ് നമ്മുടെ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസസിനെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരം ഭാഗങ്ങളെ അഫക്ട് ചെയ്യുന്ന ഡിസീസസിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകളാണ് എവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? പൽമനോളജിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മാത്രമല്ല ഈ ഡിപ്പാർട്ട്മെന്റിന് വേറെയും പേരുകളുണ്ട് കേട്ടോ, മറക്കരുത്. പൽമനോളജിക്ക് വേറെ പേരുകളുണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ റെസ്പിറേറ്ററി മെഡിസിൻ, റെസ്പിറോളജി ആൻഡ് ചെസ്റ്റ് മെഡിസിൻ. ഇങ്ങനെ 3 പേരുകൾ കൂടി ഉണ്ട്, ഓർക്ക. റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ആൻഡ് ചെസ്റ്റ് മെഡിസിൻ. അപ്പൊ പൽമനോളജി ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. റെസ്പിറോളജി എന്ന് കൊടുക്കും, റെസ്പിറേറ്ററി മെഡിസിൻ എന്ന് കൊടുക്കും, ചെസ്റ്റ് മെഡിസിൻ എന്ന് കൊടുക്കും. പിന്നെ 4ാമത്തെ ഓപ്ഷൻ കൊടുക്കണമല്ലോ, അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഓൾമൊക്കെ ഉണ്ടാകും. അപ്പൊ ഓൾ ആണെങ്കിൽ ഓൾ ടിക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ്. ഓക്കെ, മറക്കണ്ട. പൽമനോളജി, റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ ആൻഡ് ചെസ്റ്റ് മെഡിസിൻ, എങ്ങനെയൊക്കെ ഇതിന് പേരുണ്ട്. ഇനി ഇത് കോമൺ ആയിട്ട് ഇതിന് ട്രീറ്റ്മെന്റ് ഏതൊക്കെ ഡിസീസിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സാധാരണ ഉണ്ടാകുന്ന അലർജി പ്രോബ്ലംസ്, അല്ലെ, തുമ്മലൊക്കെ ചില ആളുകൾക്ക് കാലത്ത്, ചിലർക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങി ഒരു സമയം വരെ ഒരു പർട്ടിക്കുലർ ടൈം വരെ ഉള്ളൂ, അതേ അങ്ങോട്ട് മാറും. ചിലർക്ക് സന്ധ്യയ്ക്ക് തുടങ്ങും, രാത്രി ഒരു സമയമാകുമ്പോഴേക്കും മാറും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അലർജി പ്രോബ്ലംസ്, ബ്രോങ്കൈറ്റിസ്, ലങ് പ്രോബ്ലംസ്, ലങ് ക്യാൻസർ. ഓക്കെ, അത് തന്നെ നമുക്ക് ചിലർക്കൊക്കെ ഉണ്ട്. എന്റെ പോലും ഉണ്ട്, കൊടുക്കുന്നു. ഒരാൾക്ക് കാലത്ത്, ഒരാൾക്ക് വൈകുന്നേരം എന്ന് മാത്രം ചില ദിവസങ്ങളിലാണ്. അപ്പൊ ചിലപ്പോ ഇല്ലേ ഈ വൈകുന്നേരം ഒക്കെ പറഞ്ഞത് ചിലപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ എന്തെങ്കിലും ഈ പ്രിപ്പയർ ചെയ്യുന്നേ അതിന്റെയൊക്കെ നമുക്ക് സ്മെൽ ചെയ്തിട്ടാകാം. ഇന്ന് അലർജിക്കൊക്കെ ടെസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ അതന്നെ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എന്താ പറയാ, എന്ത് കാര്യത്തിനാണ് നമ്മളുടെ ബോഡി അലർജിക് ആയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ടെസ്റ്റ് ഒക്കെ ഉണ്ടെന്ന്, അല്ലെ? ഓക്കെ, അപ്പൊ അത്തരം ടെസ്റ്റുകൾ നമുക്ക് ഉണ്ട്. അപ്പൊ അതിന് പൈസ ഇത്തിരി എന്തെങ്കിലും എക്സ്പെൻസീവ് ആണെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വിച്ച് ഈസ് അലർജി ടു അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ എന്താണ് അലർജിക് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാം. ഇങ്ങനെ ഒരു കുറെ എന്താ പറയാ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടേ നമ്മുടെ ഈ കയ്യില് കുറെ സ്ഥലം ഇങ്ങനെ നമ്മുടെ കയ്യിന്റെ ഈ പാമ്പില്ലേ, ഇവിടെ തുടങ്ങി ഇവിടെ വരെ ഇങ്ങനെ ആ ഒരു 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ടില്ലേ അതിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഓരോ റെക്ടാങ്കിൾസ് ഇങ്ങനെ വരച്ചതും 2ആയിട്ട് ഡിവൈഡ് ചെയ്ത്. പണ്ട് നമ്മൾ കളിക്കാം, വട്ട് കളിക്കില്ലേ, വലിയ കളം വരച്ചിട്ട് നൽകിയ കൂടി വരയിട്ട് പിന്നെ ഇങ്ങനെയും വരയ്ക്കില്ലേ, ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈൻസ് ഒക്കെ വരയ്ക്കില്ലേ, അതുപോലെ വരച്ചിട്ട് ഓരോ കോളം ഈ ഓരോ കോളത്തിലും ഓരോ ടെസ്റ്റിനുള്ള സാധനങ്ങൾ ഇവിടെ ഇൻജെക്ട് ചെയ്യും. ഓക്കെ, പെയിൻഫുൾ ആയിരിക്കും, കാരണം ഇത്രയും ടെസ്റ്റ് നടത്തണ്ടേ, അപ്പൊ എല്ലായിടത്തും ഇൻജെക്ട് ചെയ്യും. കണ്ടോ, അങ്ങനെ തന്നെയല്ലേ?
ടെസ്റ്റ് ചെയ്യുന്ന അതെ ഒരുപാട് ഈ പറയുന്ന കോളത്തിലൊക്കെ ഓരോന്നിലും ഇപ്പൊ 10-20 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ 20 എണ്ണം ഇങ്ങനെ കോളം വരച്ചിട്ട് ഈ ഓരോന്നും ഇങ്ങനെ ചെയ്യും. എന്നിട്ട് അവിടെയാണ് അതെ അതിനകത്ത് സർക്കിൾ ഇടും അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പിൽ വരച്ചിടും. അപ്പൊ അവിടെ തടിപ്പ് വരണുണ്ടെങ്കിൽ അപ്പൊ ഓരോന്നിനും അപ്പൊ ഓരോ സാധനത്തിന്റെ പേരിലുള്ള ടെസ്റ്റ് ആയിരിക്കും. ചിലർക്ക് എന്തെങ്കിലും ഫ്ലവേഴ്സിന്റെ ഇതിനുള്ള ടെസ്റ്റ് ആയിരിക്കാം, ചിലർക്ക് എന്തെങ്കിലും എന്താ പറയാ ചെമ്മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഓരോന്നിനും വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് ഈ കോളത്തിൽ കൊടുക്കണേ. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ തടിപ്പ് പോലെ വന്നു കഴിഞ്ഞാൽ അതിന് അലർജി ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ നോർമൽ ആയിട്ടുള്ള വേറെ ഒന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഏത് പർട്ടിക്കുലർ ഐറ്റത്തിനാണ് നമുക്ക് അലർജി എന്ന് മനസ്സിലാക്കാം. അപ്പൊ അലർജി പ്രോബ്ലംസും ബ്രോങ്കൈറ്റീസ്, ലങ് ക്യാൻസേഴ്സ് ഒക്കെ ഈ ഒരു കണ്ട 35-40 ഇഞ്ചക്ഷൻസ് ആണ് അതിന് എടുക്കുന്നതെന്നാണ്. അപ്പൊ അതിന് എക്സ്പീരിയൻസ് ചെയ്ത ആളുകളുണ്ട്. നമുക്ക് എല്ലാവരുടെ ശരീരത്തിൽ അലർജിക് പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ ചിലരില് എല്ലാവരിലും ഒരേപോലെയാണ്, അല്ലാതെ റിഫ്ലക്ട് ചെയ്യുന്നതിന് മാത്രം പല രീതിയിലായിരിക്കും. ചിലർക്ക് ശരീരത്തിലൊക്കെ എവിടെയെങ്കിലും ഒരു പാടുകളൊക്കെ പോലെ ചൊറിച്ചിൽ മാന്തൽ പാടുകൾ പോലെ ആയിരിക്കും, ചിലർക്ക് തുമ്മലായിട്ടായിരിക്കാം, ചിലർക്ക് തലവേദന പോലെ ആയിരിക്കാം, ചിലർക്ക് വേറെ രീതിയിലായിരിക്കാം. ഓരോ രീതിയിലാണ് ഇതിന്റെ അലർജി റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ അത് ടെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഏതാണെന്ന് മനസ്സിലാക്കാനും അത്തരം കാര്യങ്ങളിൽ നിന്നും ചിലപ്പോൾ നമുക്ക് നീങ്ങി നിൽക്കാൻ അല്ലെങ്കിൽ അകന്ന് നിൽക്കാനും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇനി മാത്രമല്ല ബോഡി ഫുഡൊക്കെ പൾമനോളജിസ്റ്റുകളുണ്ട്, സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്. ദോസ് ഹു കോൺസെൻട്രേറ്റ് ഓൺ ദ ഡിസീസസ് ഓഫ് ചെസ്റ്റ്, നമ്മുടെ നെഞ്ചിന്റെ ഭാഗത്തുള്ള കണ്ടീഷൻസിനും, അതുപോലെ തന്നെ ന്യൂമോണിയ, പിന്നെന്താ ആസ്തമ, ട്യൂബർകുലോസിസ്, പണ്ടത്തെ TB. ഇപ്പൊ അതൊക്കെ അധികം ഇല്ല എങ്കിലും ചിലപ്പോൾ റയർ കേസസിലൊക്കെ ഉണ്ടാകും. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ TB എന്ന് പറയുന്നത് ഭയങ്കര നിൽക്കാത്ത ചുമ, എപ്പോഴും ചുമച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്, അതാണ് TB എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ പണ്ട് ഭയങ്കര കൂടുതലായിരുന്നു. ഇപ്പൊ അത്ര അധികം ഒന്നും കേൾക്കുന്നൊന്നുമില്ല. കേൾക്കാൻ തന്നെ ഭയങ്കര റയർ കേസസ് ഒക്കെ ഉണ്ടെങ്കിലുള്ളൂ. TB, ട്യൂബർകുലോസിസ്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് ഇൻഫെക്ഷൻസ് അതും ഇപ്പൊ ഇച്ചിരി കാണുന്നുണ്ട്. ഏത് ചെസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണോ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ അന്തരീക്ഷത്തിൽ നിന്നുള്ള എന്തെങ്കിലും കാരണങ്ങൾ കണ്ടാണോ ചുമയൊക്കെ വന്നിട്ട് മാറാതെ നിൽക്കും. അതൊക്കെ ഈ ചെസ്റ്റ് ഇൻഫെക്ഷന് കാരണമാകും. ഓക്കെ, ചുമച്ച് അപ്പൊ അത് ചെസ്റ്റ് ഇൻഫെക്റ്റഡ് ആകാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ പൾമനോളജിയിൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. പൾമനോളജിസ്റ്റുകളാണ് അതിന് സ്പെഷ്യലൈസ് ചെയ്ത് ഇത്തരം ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ചെസ്റ്റ് കണ്ടീഷൻസ്, നമ്മളുടെ എന്താ പറയുക ന്യൂമോണിയ, പിന്നെ ആസ്തമ, അതുപോലെ ട്യൂബർകുലോസിസ്, ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ ഇത് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പൾമനോളജി. അധികമൊന്നുമില്ല. അപ്പൊ ഓർക്കുക എന്തൊക്കെയാണ് ഇതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ലങ്സ്, റെസ്പിറേറ്ററി സിസ്റ്റം, അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഓർക്കുക. റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ എന്ന പേരുകൾ, അതിന്റെ പൾമനോളജിക്ക് വേറെ പേരുകൾ ഉണ്ടെന്ന് ഓർക്കുക. പിന്നെ എന്തൊക്കെ കോമൺ ഡിസീസസ് ആണ് ട്രീറ്റ് ചെയ്യുന്ന? അലർജി, ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ, ഇത്തരം ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ടെന്ന് ഓർക്കുക. ഇനി മാത്രമല്ല പൾമനോളജിസ്റ്റുകൾ കോമൺലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ന്യൂമോണിയ, ആസ്തമ, ട്യൂബർകുലോസിസ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടെന്ന് ഓർക്കുക. ഈ 5 കാര്യങ്ങൾ ഇവിടെ പറയുന്നുള്ളൂ. ഓരോന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും. ക്ലിയർ ആണോ? ക്ലിയർ? ഇവിടെയും നമുക്ക് വേറെ നോട്ട്സ് ഒന്നും എഴുതാനില്ല. ഓക്കെ, സോ ഷാൽ ഐ മൂവ് ടു ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്? പോവാലോ നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് വൺ. എളുപ്പമുള്ളതൊക്കെ നമുക്ക് ഇങ്ങനെ കുറെ വലിച്ചു നീട്ടി കുറെ നേരം ഇരുന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എളുപ്പം മനസ്സിലാകുന്ന രീതിയിലുമാണ് നോട്ട്സ് അവിടെ തന്നേക്കണേ. വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെന്റൻസുകളും ഇല്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും. ഇതൊക്കെ നമുക്ക് അറിയാം. പൾമനോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റ് പേരുകൾ ഓർക്കുക. റെസ്പിറോളജി, റെസ്പിറേറ്ററി മെഡിസിൻ, ചെസ്റ്റ് മെഡിസിൻ. അപ്പൊ ഇതൊക്കെ നമ്മുടെ റെസ്പിറേഷൻ ആയിട്ട് ബന്ധമുള്ള സാധനം ലങ്സ് ആണ്. ഓക്കെ, ശ്വാസകോശം, റെസ്പിറേറ്ററി സിസ്റ്റം. അപ്പൊ അത് കണക്ട് ചെയ്ത് അങ്ങനെ പഠിക്കാം. ഇനി ഇതിൽ വരുന്ന ആ ഭാഗങ്ങൾ എന്തൊക്കെ ചികിത്സകളായിരിക്കും? ബ്രോങ്കൈറ്റിസ്, ലങ് ക്യാൻസർ, ഇതൊക്കെ. അപ്പൊ അത്തരം കാര്യങ്ങൾ. ന്യൂമോണിയ, അലർജി, അതും അതുപോലെ തന്നെ ട്യൂബർകുലോസിസ്, ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ട്രീറ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഏത്? പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. അതും ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇപ്പൊ ഇത് എന്ത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇത് കൂടുതലും സർജറി ആണ് ഫോക്കസ് ചെയ്യുന്നത്.
സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ മെഡിസിൻ വിച്ച് ഹാൻഡിൽസ് ദ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഫോക്കസ് ഓൺ ദ റിപ്പയേഴ്സ്, സർജിക്കൽ റിപ്പയേഴ്സ് ഓഫ് അവർ ഫങ്ഷൻസ് ഓഫ് അവർ ബോഡി ഓർ ഡിഫക്ട്സ് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ പലതരത്തിലുള്ള, നമ്മൾക്ക് ശരീരത്തിന് ഒരു ഘടനയുണ്ടല്ലോ അല്ലെ, സാധാരണ ഒരു ഘടന, അതിന്റെ ആ ഫങ്ഷൻസിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റുകൾ സർജറി പ്രോസസ്സിലൂടെ എന്ത് ചെയ്യാ, മാറ്റി അതിനെ നല്ല രീതിയിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഒരു സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. സർജറിയാണ് കൂടുതൽ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂമൻ ബോഡിയുടെ ഫങ്ഷൻസിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റുകൾ ഒക്കെ കറക്റ്റ് ചെയ്ത് അത് എല്ലാവരെയും പോലെ നോർമൽ ആയിട്ടുള്ള സ്റ്റേജസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സർജറി ഒക്കെ നടത്തി നോർമൽ ആക്കുന്ന ഒരു രീതിയാണ് ഈ ഡിപ്പാർട്ട്മെന്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിന് സ്പെഷ്യൽ ആയിട്ട് 2 സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, സബ് സ്പെഷ്യാലിറ്റീസ്, 2 വകഭേദങ്ങളുണ്ട് പ്ലാസ്റ്റിക് സർജറിയില്. ഏതൊക്കെയാണത്? ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറിയും മറ്റൊന്ന് കോസ്മെറ്റിക് സർജറിയും. റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി ആൻഡ് കോസ്മെറ്റിക് സർജറി, 2 സബ് സ്പെഷ്യാലിറ്റീസ് ആണ് പ്ലാസ്റ്റിക് സർജറിയിലുള്ളത്. നമ്മള് മറ്റേ ഗൈനക്കോളജിയില് പ്രത്യേകം വിഭാഗം കണ്ടല്ലോ, അതുപോലെ പീഡിയാട്രിക്സിൽ പ്രത്യേകം ഒരു വിഭാഗം കണ്ടു, നിയോനേറ്റോളജി എന്ന് പറയുന്നത് സബ് സ്പെഷ്യാലിറ്റി ആണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സർജറിയിലും 2 സബ് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, മറക്കണ്ട, 2 ഓർത്തിരിക്കുക. ഒന്ന് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി, 2 കോസ്മെറ്റിക് സർജറി. അപ്പൊ ഇതെന്താണ്, 2 ഒരുപോലെ ആയിരിക്കോ? തീർച്ചയായിട്ടും ഒരുപോലെ അല്ലാത്തത് കൊണ്ടാണ് 2 ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞേക്കണേ. അതിൽ ഫസ്റ്റ് വൺ റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുമ്പോൾ സർജറി വിച്ച് കറക്ട്സ് ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ ഡിഫക്റ്റ്. നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ ഉണ്ട് അല്ലെ, നമ്മുടെ ബോഡിയിലെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അനാട്ടമി വൈസ് നോക്കുമ്പോൾ ഒരു പ്രത്യേക ഘടനയാണ് നമ്മുടെ ബോഡിക്ക്. അതിലെന്തെങ്കിലും അതിന്റെ ഫങ്ഷൻസിലോ ഘടനയിലോ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ സർജറിയുടെ എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാം. അതിനെയാണ് റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് വിളിക്കുക. റീകൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഓൾറെഡി നമ്മുടെ ബോഡി കൺസ്ട്രക്ട് ചെയ്യപ്പെടുന്നുണ്ട് അമ്മയുടെ ഉദരത്തിൽ വെച്ച്, വളർച്ച പ്രാപിച്ച് ഒരു ഫുൾ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കി കഴിയുമ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. റൈറ്റ്, ശരിയാണോ ഞാൻ പറഞ്ഞത്? അല്ലെ, പൂർണ്ണമായ എല്ലാ അവയവങ്ങളോടും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വരുന്നത്. അപ്പോഴേക്കുമാണ് പറയുന്ന 9 months 9 days ഒക്കെ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. പക്ഷെ റെയർ കേസസിൽ ചില കുട്ടികൾക്ക് അത്തരം വളർച്ചകൾ കിട്ടുന്നില്ല, മേ ബി പല റീസൺസ് കൊണ്ട്. ഓക്കെ, അപ്പൊ സാധാരണഗതി നോർമൽ സ്റ്റേജിലാണെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ അതങ്ങനെ പുറത്തേക്ക് വരുമ്പോ ഓക്കെ, ആക്സിഡന്റിൽ കയ്യിലെ സ്കിൻ നെർവ്സ് കട്ടായി പോയപ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രീതിയിലായിരിക്കും നോർമലായിട്ട് ഓരോരുത്തരുടെയും സ്ട്രക്ചർ, അനാട്ടമി അങ്ങനെയാണ്. പക്ഷെ അതിനകത്ത് എന്തെങ്കിലും ഡിഫക്റ്റീവ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, ഡിഫക്റ്റീവ് ആയിട്ട് വന്നു കഴിയുമ്പോൾ അത് റീകൺസ്ട്രക്ട് ചെയ്യുക. കൺസ്ട്രക്ട് ചെയ്ത സാധനത്തെ ഒന്നുകൂടി കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും കൺസ്ട്രക്ഷനിൽ ചിലപ്പോൾ എന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടാകും. നമ്മുടെ വീടുകളൊക്കെ നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്യാറുണ്ട് അല്ലെ, എന്തെങ്കിലുമൊക്കെ ന്യൂ മോഡിഫിക്കേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് റീകൺസ്ട്രക്ട് ചെയ്യും, പുനർനിർമ്മാണം ചെയ്യും. അതുപോലെ തന്നെ പുനർനിർമ്മാണം നടത്തുക ബോഡിയിൽ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റീകൺസ്ട്രക്റ്റീവ് പ്ലാസ്റ്റിക് സർജറി എന്ന് വിളിക്കുക. മറ്റൊന്നാണ് കോസ്മെറ്റിക് സർജറി. അത് കുറച്ചുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മറ്റേതൊന്നുകൂടി ക്ലിയർ ആണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് പ്രത്യേകത എന്താണെന്നറിയോ, ഈ ഒരു കോസ്മെറ്റിക് സർജറി എന്ന് പറയുന്നത് ദി സർജറി എൻഹാൻസസ് ദ അപ്പിയറൻസ് ഓഫ് അവർ ബോഡി ത്രൂ മെഡിക്കൽ ആൻഡ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. നമുക്ക് തരുന്ന മരുന്നുകളിലൂടെ അല്ലെങ്കിൽ സർജറിയിലൂടെ എന്ത് ചെയ്യുന്നു, സർജറി ചെയ്ത് നമ്മുടെ അപ്പിയറൻസ് കുറച്ചുകൂടി എൻഹാൻസിങ് ആക്കുക. എൻഹാൻസിങ് ആക്കുക എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളതാണ്. സോറി, സോറി. അപ്പൊ എന്താണ്, നമ്മളുടെ അപ്പിയറൻസ് കുറച്ചും കൂടി എന്താക്കുക, എന്താണ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭംഗി, സൗന്ദര്യം കുറച്ച് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി നടത്തുന്ന സർജറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കോസ്മെറ്റിക് സർജറി. യൂഷ്വലി ഇത് ചെയ്യുന്നത് ആരാ പറയാമോ, നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ? നോസ്റ്റിന്, അതായത് ഈ പറയുന്ന കാര്യങ്ങൾ ആരെ കൂടുതൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നോക്കട്ടെ, പറയാൻ പറ്റുമോന്ന്? ഫിലിം സ്റ്റാർസ്. വെരി ഗുഡ്. അതെ, അതായത് സെലിബ്രിറ്റീസ് ആണ് കൂടുതലും. കാരണം അവര് യങ് ആയിട്ടിരിക്കാൻ, കാരണം അത് അവരുടെ പ്രൊഫഷനാണ്. ഏത്? അഭിനയം. അഭിനയത്തില്
കുറച്ച് പ്രായമൊക്കെ കൂടി പോയി കഴിഞ്ഞാൽ അവർക്ക് നേരത്തെ ചെയ്തിരുന്ന റോൾസ് ചെയ്യാൻ പറ്റില്ല. സോ ടു മെയിൻറ്റെയിൻ ദെയർ ബോഡി ബ്യൂട്ടിഫുള്ളി, അല്ലെ, മനോഹരമായിട്ട്, ഹാൻസം ആയിട്ട്, പെൺകുട്ടികളാണെങ്കിൽ ബ്യൂട്ടിഫുള്ളി, ആണുങ്ങളാണെങ്കിൽ ഹാൻസം ആയിട്ട് അവരുടെ യൗവനം പോലെയൊക്കെ നിലനിർത്തണ്ടേ. സോ ദാറ്റ് അവര് ഈ പറയുന്ന സർജറീസ് ആയിട്ട് നടത്തുക. ഏത് നമ്മുടെ കോസ്മെറ്റിക് സർജറീസ് ആണ്. അപ്പൊ അവരുടെ അപ്പിയറൻസ് ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ വേണ്ടി, സൗന്ദര്യം നിലനിർത്തുക, അതിന് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ എന്താ പറയാ, കല്യാണമൊക്കെ കഴിച്ച് എന്താ പറയാ ചെറുതിലെ അവരെങ്ങനെ അഭിനയിച്ചിരുന്നോ ആ ഒരു ബ്യൂട്ടി കുറെ കഴിയുമ്പോ, കല്യാണമൊക്കെ കഴിഞ്ഞു, പിന്നെ എന്താ പറയാ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോ നമ്മുടെ ഷേപ്പിലൊക്കെ കുറെ വ്യത്യാസങ്ങൾ വരും സാധാരണ നമുക്കൊക്കെ. അതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മളൊക്കെ ഒരു പരിധിവരെ നമ്മൾ തന്നെ എക്സസൈസ് ഒക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുപോകും, അല്ലെ. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവർക്ക് ദേ ഹാവ് നോ ടൈം. എക്സസൈസിനും മറ്റു കാര്യത്തിനും അധികം സമയമൊന്നുമില്ല. സോ ഇത്തരം എളുപ്പവഴി, അതായത് കോസ്മെറ്റിക് സർജറീസ് നടത്തി അവരുടെ ആ ബോഡീനെ പഴയ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായോ? 2 സർജറീസും പ്ലാസ്റ്റിക് സർജറി മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ അതൊന്ന് 3 ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ഇന്ന് പഠിച്ചത് 3 അല്ല 4 എണ്ണം പഠിച്ചു. ഒന്ന് വേഗം ഒന്ന് വായിച്ചു നോക്കിയാ നോട്ട്സ്. ആ മറ്റു പേരുകളൊക്കെ മറക്കരുത്. അയച്ചു കഴിഞ്ഞോ? ഓക്കെ, ഓക്കെ, നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഏത് ഹോസ്പിറ്റലിന്റെ
മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കഴിയും. ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടി ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്, അതുകൂടി ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞേക്കാം. ഓക്കെ, ഏതാണത്? യൂറോളജി ആൻഡ് ആൻഡ്രോളജി ആണ്. ഇന്ന് പഠിച്ചതെല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട് ക്ലിയർ ആയോ എന്നൊക്കെ. നാളെ അടുത്ത ആഴ്ച വന്നിട്ട് മിസ് അത് പറഞ്ഞത് എനിക്ക് ഒന്നും മനസ്സിലായില്ല എന്നൊക്കെ പറയരുന്നിട്ടാ പ്ലീസ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് കൂടുതൽ പ്രാവശ്യം ചോദിക്കുന്നത്. ഇനി ക്ലിയർ ആകാണ്ട് നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ. ഒരാളെങ്കിലും നമ്മളോട് ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുതരാൻ കുഴപ്പമൊന്നുമില്ല കേട്ടാ. യൂറോളജി ആൻഡ് ആൻഡ്രോളജി ആണ്. ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ആണ്, അതായത് വളർച്ചക്കുറവ്. ഇത് പ്രഗ്നൻസി ടൈമിൽ തന്നെ നമ്മളുടെ കുട്ടി എന്താ പറയാ ഗർഭപാത്രത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് വളർച്ചയില്ലാത്ത ഒരവസ്ഥ, അതെയാണ് ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ എഴുതി തരാം. ഓക്കെ, നോക്കാം. ഇത് കൂടി അങ്ങോട്ട് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ അത് എഴുതി തരാം എന്താണെന്ന്. Urology and andrology ആണ്. Here the medicine which deals with focuses on the surgical and medical diseases in male and female, mainly focusing on the urinary tract system. അതിന്റെ നമ്മളുടെ യൂറിനറി ട്രാക്ട് സിസ്റ്റത്തെ സംബന്ധിക്കുന്ന, അത് മെയിൽസ് ആയിക്കോട്ടെ, ആണുങ്ങളിലും പുരുഷന്മാരിലും സ്ത്രീകളിലും മെയിൻ ആയിട്ടുണ്ടാകുന്ന അത്തരം ഡിസീസസ്, യൂറിനറി ട്രാക്ട് സിസ്റ്റത്തെ സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും മരുന്നുകൾ കൊടുക്കുക, സർജറീസ് ഉണ്ടെങ്കിൽ അതും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അതായത് എന്താണ് അപ്പൊ യൂറിനറി ട്രാക്ട് സിസ്റ്റം? മൂത്രാശയ സംബന്ധമായിട്ടുള്ള അണുബാധകളൊക്കെ ഇല്ലേ, അതായത് യൂറിനറി ഇൻഫെക്ഷൻസ് ഉൾപ്പെടെ ഒരുപാട് സംഗതികളൊക്കെ ഈ യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിലുണ്ട്. മൂത്രാശയ സംബന്ധമായിട്ടുള്ള അണുബാധകളൊക്കെ. അപ്പൊ അതിനൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചികിത്സയാണ് നമ്മുടെ യൂറോളജിയിൽ പ്രൊവൈഡ് ചെയ്യുക. മാത്രമല്ല ഇറ്റ് ഈസ് ഓൾസോ കോൺസെൻട്രേറ്റഡ് ഓൺ ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് നേരത്തെ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഏതാണത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ സംബന്ധിക്കുന്ന ഡിസീസസ് ഉണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോകണമെന്നാ പറഞ്ഞേ? ടൈപ്പ് ചെയ്യാമോ? ഗൈനക്കോളജി. ഓക്കെ, വെരി ഗുഡ്. ഗൈനക്കോളജിയിലാണ്. അപ്പൊ ഫീമെയിലിന് നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞല്ല, അപ്പൊ ഫീമെയിൽസിന് മാത്രമുള്ളോ ഇത്തരം പ്രശ്നങ്ങൾ? തീർച്ചയായിട്ടും അല്ല, അല്ലെ? റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ബോത്ത് മെയിലും ഫീമെയിലും ചിലപ്പോൾ തകരാറുകൾ ഉണ്ടാകാം. അപ്പൊ ഫീമെയിലിന് വേണ്ടിയിട്ടുള്ളതിന് നമ്മൾ ചികിത്സ ഗൈനക്കോളജിയിൽ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം, അതിന് ട്രീറ്റ്മെന്റുകൾ കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് നമ്മുടെ യൂറോളജി എന്ന് പറയുന്നത്. അതുകൂടാതെ മെയിൽസ് ആൻഡ് ഫീമെയിൽസിൽ ഉണ്ടാകുന്ന യൂറിനറി ട്രാക്ട് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് എല്ലാ ഡിസീസസ് എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. ഇനി അപ്പൊ നമ്മൾ വിചാരിക്കും ഈ യൂറോളജിയിൽ വിച്ച് ആർ ദ ഓർഗൻസ് ഇൻക്ലൂഡഡ്, ഇതിനകത്ത് ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ഓർഗനുകൾ ഏതൊക്കെയാണെന്നാണ്. ഏതാണ്? കിഡ്നി, അഡ്രിനൽ ഗ്ലാൻഡ്, അതായത് അന്തസ്രാവി ഗ്രന്ഥികള്, യുറേറ്റേഴ്സ് നമ്മുടെ മൂത്രനാളി, പിന്നെ ബ്ലാഡർ, യൂറിനറി ബ്ലാഡർ ഇൻ വിച്ച് ദ യൂറിൻ ഈസ് കളക്റ്റഡ്, അല്ലെ? നമ്മൾ യൂറിൻ ഇങ്ങനെ സംഭരിച്ചു വെക്കുന്ന ബ്ലാഡർ, യുറേത്ര അതിന്റെ ഒരു ഡക്റ്റ് ആണ്. ഏത്? നമ്മുടെ യൂറിൻ പാസ് ചെയ്ത് പുറത്തേക്ക് പോകുന്ന, ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന ആ ഒരു ഡക്റ്റ്, ആ ഒരു ഓപ്പണിംഗ്, ആ ഒരു ചെറിയ സുഷിരമായിരിക്കാം. ആൻഡ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, പിന്നെ ആണുങ്ങളുടെ പുരുഷന്മാരുടെ എല്ലാ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഇതിനകത്ത് ഈ ഒരു യൂറോളജി എന്ന് പറയുന്നതിൽ ഉൾപ്പെടുന്ന എല്ലാ ഓർഗൻസും ആണ്. ഓക്കെ, അപ്പൊ യൂറിനറിയിൽ ഏതൊക്കെ ഓർഗനുകളിൽ ഉണ്ടാകുന്ന ഡിസീസസ് ആണെന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന യൂറോളജിയിൽ മറക്കണ്ട. യൂറിനറി, ബ്ലാഡർ, കിഡ്നി, adrenal glands, urethra and ureters, and also male reproductive organs എല്ലാം വിടും. പിന്നെ ഇത് എന്താ പറയാ, മാനേജിങ് ദ കണ്ടീഷൻസ് ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, എല്ലാ തരത്തിലുള്ള യൂറിൻ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. സർജിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതും, അതായത് ഈ ബ്ലാഡറിനകത്തൊക്കെ എന്തെങ്കിലും ഡിസീസസ് വന്നു കഴിഞ്ഞാൽ സർജറീസ് ഒക്കെ നടത്തേണ്ടി വരും, അപ്പൊ അതും ഇവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെന്താ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, കിഡ്നി സ്റ്റോണ്, കൺജനിറ്റൽ അബ്നോർമാലിറ്റീസ്, ബൈ ബർത്ത് കൊണ്ട് നമുക്ക് ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ജന്മന തന്നെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇത്തരം ഏരിയാസിൽ. പിന്നെ ട്രോമാറ്റിക് ഇഞ്ചുറി എന്ന് പറയുമ്പോൾ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു ആക്സിഡൻസിൽ നിന്ന് കിട്ടുന്ന ഇഞ്ചുറി, അതിനെയാണ് ട്രോമാറ്റിക് ഇഞ്ചുറി എന്ന് വിളിക്കുക. അതെ, നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന ഒരു ആക്സിഡന്റോ
അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ആക്സിഡന്റ് ഉണ്ടാവുള്ളൂ നമുക്കറിയാം, അതിൽ നിന്ന് കിട്ടുന്ന ഇഞ്ചുറി, അല്ലെങ്കിൽ ഒരു വയലൻസ് എന്ന് വെച്ചാൽ ഭയങ്കര അടിപിടിയൊക്കെ കൂടുന്ന സമയത്ത് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഇടിയോ തൊഴിയോ അതൊക്കെ നല്ല ഇതുപോലെയുള്ള സ്ഥാനങ്ങളിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ബി ആൻ ഇഞ്ചുറി. അത് അവിടെ അങ്ങനെ കിടക്കും ഇഞ്ചുറി ആയിട്ട്. നമുക്ക് അന്നേരമൊക്കെ കുറെ നാളത്തേക്ക് ഒന്നും പ്രശ്നമൊന്നും തോന്നില്ല, പിന്നെ ആഫ്റ്റർവേർഡ്സ് കുറെ കഴിയുമ്പോഴായിരിക്കും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് നമുക്ക് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അത്തരം ട്രോമാറ്റിക് ഇഞ്ചുറികൾ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺസ്, പിന്നെ ജന്മന ഉള്ള ചില പ്രശ്നങ്ങൾ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ. എന്താ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ അത് മെയിലിന്റെ, അതായത് ആണുങ്ങളില് പുരുഷന്മാരിലുള്ള ഒരു പ്രധാനപ്പെട്ട റീപ്രൊഡക്റ്റീവ് അവയവമാണ്. റീപ്രൊഡക്ഷന്റെ ആ പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അവയവമാണ് പ്രോസ്റ്റേറ്റ്. ആ ഭാഗത്ത് ക്യാൻസർ വരിക, അതുണ്ടെങ്കിൽ ഈ പറയുന്ന യൂറോളജിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്, അതായത് സർജറിയിലൂടെയൊക്കെ ട്രീറ്റ് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ, പ്രോസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു അവയവമാണ്, ഒരു ഓർഗനാണ്. എവിടെയുള്ളത്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗത്തിനകത്തുള്ളത്. അപ്പൊ അതിന് ക്യാൻസർ വരിക. അപ്പൊ അത് വരുമ്പോൾ ചിലപ്പോൾ റീപ്രൊഡക്ഷനെ ബാധിക്കും, തീർച്ചയായിട്ടും പ്രത്യുൽപാദനം നടത്താൻ പറ്റില്ല, അങ്ങനൊരു സ്റ്റേജ് ആയിരിക്കും. അപ്പൊ അതൊക്കെ മാറ്റിയാൽ മാത്രമേ റീപ്രൊഡക്ഷന് പിന്നെ സാധ്യതകളുള്ളൂ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ മാറ്റിക്കൊടുത്ത് ആളെ എന്താ പറയാ റീപ്രൊഡക്ഷന് എന്താ പറയാ കേപ്പബിൾ ആക്കുക എന്നുള്ളതാണ്. യൂറോളജി ഇതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ എന്തൊക്കെയാ ഫോക്കസ് ചെയ്യുന്ന? സർജറി ഉണ്ട്, മെഡിസിൻസും ഉണ്ട്. യൂറിനറി ട്രാക്ട് സിസ്റ്റം ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ആണ്, ആൻഡ് ഓൾസോ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് യൂറോളജിയിലുള്ള ഓർഗൻസ് എടുക്കുന്ന ഡിസീസസ് ഏതൊക്കെ ഭാഗത്തുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിഡ്നി ഉണ്ട്, യുറേത്ര, യൂറിനറി ഗ്ലാൻഡ്, യൂറിനറി ബ്ലാഡർ, യുറേറ്റേഴ്സ്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം വരും. പിന്നെ ഓൾസോ ഇത് യൂറിനറി ട്രാക്ട് സിസ്റ്റം മാനേജ് ചെയ്യുന്നുണ്ട്, സർജറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കിഡ്നി സ്റ്റോൺസ്, കോൺജനിറ്റൽ അബ്നോർമാലിറ്റീസ്, ട്രോമാറ്റിക് ഇഞ്ചുറീസ് ആൻഡ് ഓൾസോ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ഇതൊക്കെ ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടും. കിട്ടിയോ എന്താണ് യൂറോളജി എന്ന്? യൂറോളജി എന്താണെന്ന് മനസ്സിലായോ? ഏതാ? ക്ലിയർ ആയോ? ഓക്കെ, ദെൻ നിങ്ങൾ ഇതൊന്ന് വേഗം നിങ്ങളുടെ എഴുതി വെച്ചേ, പെട്ടെന്ന് ഞാൻ ചോദിച്ചത്. ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ വിച്ച് കംസ് അണ്ടർ പീഡിയാട്രിക്സ്, ഒന്ന് പെട്ടെന്ന് എഴുതണം കേട്ടാ. യുറേത്ര, യുറേറ്റർ പറഞ്ഞുതരാം, മലയാളം വേണമെങ്കിൽ പറഞ്ഞുതരാം, അതിന്റെ ആവശ്യമുള്ളത്. കാരണം മൂത്രനാളി, പിന്നെ എന്താ പറയാ യുറേറ്റേഴ്സ് എന്ന് പറയുന്നത് ആ മൂത്രം ഡിസ്ചാർജ് ചെയ്യുന്ന ആ ഡക്റ്റ്, ആ ഓപ്പണിംഗ്, ഏതിൽ കൂടിയാണ് മൂത്രം പുറത്തേക്ക് പോകുന്നതാണ് യൂറിൻ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു പ്ലേസ്. ഇതൊന്ന് എഴുതാ. പീഡിയാട്രിക്സിന്റെ ഹെഡില് താഴെ ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ഒന്ന് എഴുതാ. സ്പെല്ലിംഗ് തെറ്റിക്കരുത്. ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. ഒരു ഹൈഫ്ലൂട്ട് എഴുതാ. എ കണ്ടീഷൻ ഇൻ വിച്ച് baby doesn't grow to normal weight. ഒരു ആവറേജ് ഒരു വെയിറ്റ് ഉണ്ട്, നോർമൽ വെയിറ്റ് ഉണ്ട്, അതുവരെ വളരാതിരിക്കുക. ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പ്രഗ്നൻസി. ഭാരമില്ലാത്തതെന്നല്ലാട്ടോ ഉദ്ദേശിച്ചത്, ഭാരക്കുറവെന്നല്ല. ഭാരക്കുറവ് വേറെ പറഞ്ഞിട്ടുണ്ട്, ലോ ബർത്ത് വെയിറ്റ് എന്ന്. ഇത് ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ വളർച്ച കുറവാണ്. പ്രഗ്നൻസി ടൈമിലുള്ള വളർച്ച കുറവിനെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുക. ഓക്കെ, ലോ ബർത്ത് വെയിറ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി, അതാണ് ഇൻട്രോട്ടറിൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. കിട്ടിയോ? ഇപ്പം കിട്ടിയില്ലേ? ഒന്ന് ആരെങ്കിലും ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കണേ. ആരെങ്കിലും ഒന്ന് ഡിക്റ്റേറ്റ് ചെയ്ത് ഒന്ന് അവിടെ ഇട്ട് എഴുതിയാൽ മതി, ടൈപ്പ് ചെയ്താൽ മതി. പിന്നെ ഏതാ നമ്മൾ പറഞ്ഞ വേണ്ടത്? യുറേറ്റേഴ്സ് ഒന്ന് എഴുതിയേ. യുറേറ്റർ, URETERS, യുറേറ്റേഴ്സ്, മൂത്രനാളി. യുറേത്ര മലയാളം എഴുതി വെച്ചാൽ മതി, അത് അറിയാൻ വേണ്ടി മാത്രം. ആ ഒരു അവയവം ഏതാണെന്ന് അറിയാൻ. യുറേത്ര, the duct through which urine is discharged. മൂത്രം പുറത്തേക്ക് പോകുന്ന ഒരു ഡക്ട് എന്ന് പറഞ്ഞ ഒരു ഓപ്പണിങ്, പുറത്തേക്ക് പോകാൻ ഒരു ദ്വാരം വേണമല്ലോ, അത് തന്നെ ഉദ്ദേശിക്കുന്നത്. യുറേത്ര, ഡക്ട് ത്രൂ വിച്ച് യൂറിൻ ഈസ് ഡിസ്ചാർജ്ഡ്. ഓക്കെ,
ആൻഡ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അതുകൂടി ഒന്ന് എഴുതിയേക്കാം. പ്രോസ്റ്റേറ്റ് ക്യാൻസർ എഴുതുന്നവരുണ്ടോ? നോട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നവരുണ്ടോ ഇതിനകത്ത്? ഒന്നോ രണ്ടു പേർക്ക് ചിലപ്പോ അത് കിട്ടുന്നുണ്ടാവില്ല, മൊത്തം എഴുതി തീർക്കാൻ പറ്റുന്നുണ്ടാവില്ല. എല്ലാവർക്കും എഴുതാൻ പറ്റാതിരിക്കുന്നുണ്ടോ? ഒന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടാ ബാക്കിയുള്ളവരോട്. എഴുതാൻ പറ്റുന്നുണ്ട്, അപ്പൊ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണേ. ലാസ്റ്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഒന്ന് എഴുതാം. പ്രോസ്റ്റേറ്റ് ക്യാൻസർ. ഓക്കെ. The important organ, the important glands in male reproductive system. Important gland in male reproductive system is prostate. Prostate എന്ന് പറയുന്നത് പുരുഷന്മാരിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിപ്രൊഡക്റ്റീവ് ഒരു ഗ്ലാൻഡ് ആണ്. അവരുടെ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ഗ്ലാൻഡ് ആണ് പ്രോസ്റ്റേറ്റ്. The cancer in this is called prostate cancer. The cancer in this is called prostate cancer. ഇതിലുണ്ടാകുന്ന ക്യാൻസറിനെയാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? എഴുതാൻ പറ്റിയില്ലേ? എഴുതി കഴിഞ്ഞവർ ഒന്ന്, എഴുതി കഴിയാത്തവർക്ക് ഇമ്പോർട്ടന്റ് ഗ്ലാൻഡ് GLAND gland in male reproductive system. Male reproductive system is prostate. The cancer in this is called prostate cancer. Is called prostate cancer. കംപ്ലീറ്റ് എഴുതിയല്ലോ അല്ലേ നോട്ട്? അപ്പൊ ഒന്ന് ആർക്കെങ്കിലും എഴുതാൻ പറ്റാത്തതുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മള് യൂറോളജി, പ്ലാസ്റ്റിക് സർജറി, പൾമനോളജി, സൈക്യാട്രി ആൻഡ് പീഡിയാട്രിക്സ് 5 ഡിപ്പാർട്ട്മെന്റുകളാണ് പഠിച്ചത്. അടുത്ത ദിവസം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെ വരില്ലേ എല്ലാവരും? പഠിച്ചു വരില്ലേ? എല്ലാവരും ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് വരും. വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതിനകത്തുള്ളും താനും, അല്ലാണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അതിനകത്ത് ഇല്ല. എല്ലാം വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള നോട്ട്സും ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നത്തിങ് കൂടുതലൊന്നും ഇല്ല അതിനകത്ത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതൊന്ന്